സ്വർണ്ണക്കവർച്ച കേസിൽ ഒളിവിലായിരുന്ന മരട് അനീഷിനെ കസ്റ്റഡിയിലെടുക്കാൻ തമിഴ്നാട് പോലീസ് സംഘം കൊച്ചിയിൽ എത്തി. ചാവടി പോലീസ് സംഘമാണ് സെൻട്രൽ സ്റ്റേഷനിൽ എത്തിയത്. പോലീസുകാരെ ഭീഷണിപ്പെടുത്തിയ കേസിൽ മരട് അനീഷിനെ എറണാകുളം മുളവുകാട് പോലീസ് കസ്റ്റഡിയിലെടുത്ത് അറസ്റ്റ് ചെയ്തിരുന്നു. വിവരങ്ങളുമായി ജിജീഷ് കരുണാകരൻ ചേരുകയാണ്. ജിജീഷ്, തമിഴ്നാട് പോലീസും നടപടി കടുപ്പിക്കുകയാണ്. ഈ മരട് അനീഷിനെ കസ്റ്റഡിയിലെടുക്കുക എന്നത് തന്നെയാണ് ഉദ്ദേശം, അല്ലേ? സംബന്ധിച്ചിടത്തോളം അവിടെ ഒരു ഒളിവിലായ അനീഷ് ഉണ്ടായിരുന്നത്. അതിന്റെ അടിസ്ഥാനത്തിലാണ് തമിഴ്നാട് പോലീസ് ഇപ്പോൾ കൊച്ചിയിൽ എത്തിയിട്ടുള്ളത്. നേരത്തെ ഒരു സ്വർണ്ണ കവർച്ചയുമായി ബന്ധപ്പെട്ട് സ്വർണം പൊട്ടിക്കലുമായി ബന്ധപ്പെട്ടാണ് ഈ മരട് അനീഷിന്റെ പേരിൽ കേസ് തമിഴ്നാട് പോലീസിൽ വരുന്നത്. അവിടെ ഇത്തരത്തിൽ സ്വർണം പൊട്ടിക്കൽ സംഘങ്ങൾ പല തരത്തിൽ പ്രവർത്തിച്ചിരുന്നു. അത്തരമൊരു സംഘത്തെ നിയന്ത്രിച്ചിരുന്നത് മരട് അനീഷ് ആണ് എന്നാണ് തമിഴ്നാട് പോലീസ് വ്യക്തമാക്കുന്നത്. ഈ സ്വർണം കടത്തിക്കൊണ്ടുവരുന്ന സ്വർണം വിദേശത്ത് നിന്നടക്കം കടത്തിക്കൊണ്ടുവരുന്ന സ്വർണം കൊണ്ടുപോകുമ്പോൾ ആ സ്വർണം തട്ടിയെടുക്കുന്നതിന് എങ്ങനെയാണോ നേരത്തെ കേരളത്തിൽ കോഴിക്കോടെല്ലാം ഇത്തരത്തിലുള്ള സംഘങ്ങൾ പ്രവർത്തിച്ചിരുന്നത്, അതിന് സമാനമായ അതിന് സമാനമായ തന്നെയായിരുന്നു തമിഴ്നാട് കേന്ദ്രീകരിച്ച് മരട് അനീഷിനെ പോലുള്ള സംഘങ്ങൾ, ഗുണ്ടാ സംഘങ്ങൾ പ്രവർത്തിച്ചത് എന്ന കാര്യമാണ് തമിഴ്നാട് പോലീസ് വ്യക്തമാക്കുന്നത്. അങ്ങനെ സ്വർണം തട്ടിക്കൊണ്ടുപോയ കേസിലാണ് നിലവിൽ തമിഴ്നാട് പോലീസ് ഇപ്പോൾ വന്നിരിക്കുന്നത്, കൊച്ചിയിൽ വന്നിരിക്കുന്നത്. അതിനുശേഷം കസ്റ്റഡിയിലെടുത്ത് തുടർ നടപടികൾ സ്വീകരിക്കും. എന്നാൽ കോടതി റിമാൻഡ് ചെയ്യുകയാണെങ്കിൽ കസ്റ്റഡി അപേക്ഷ നൽകിയായി പോലീസ് കടക്കുകയും ചെയ്യുക. ഇന്ന് രാവിലെയാണ് മരട് അനീഷിനെ കൊച്ചി പനമ്പുകാട് നിന്ന് കസ്റ്റഡിയിലെടുക്കും, മുളവുകാട് പോലീസ് കസ്റ്റഡിയിലെടുക്കുന്നത്. മറ്റൊരു കേസുമായി ബന്ധപ്പെട്ട് പനമ്പുകാട് ഭാഗത്ത് എത്തിയതായിരുന്നു. ഒരു പ്രതിയെ തേടിയാണ് പോലീസ് അവിടെ എത്തുന്നത്. ആ സമയത്ത് മരട് അനീഷ് ഉണ്ടായിരുന്നു. തമിഴ്നാട് പോലീസ് മരട് അനീഷിനെ കസ്റ്റഡിയിലെടുക്കാൻ കൊച്ചിയിൽ എത്തിയിട്ടുണ്ട് എന്നുള്ളതാണ്. ജിജീഷ് കരുണാകരനാണ് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത്.